ഈ ഒരു വീഡിയോയുടെ തമ്പനെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് തൊട്ടടുത്താണ്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് വെറും 1.4 കിലോമീറ്റേഴ്സ് ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിയ. കാക്കനാട് കളക്ടറേറ്റിലേക്കുള്ള ദൂരം കിട്ടി. കാക്കനാട് സീപോർട്ട് റോഡിലുള്ള സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് വെറും 1.9 കിലോമീറ്റർ. നൈപുണ്യ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ. തൃക്കാക്കര ടെമ്പിളിലേക്ക് വെറും 3.4 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ. നമുക്ക് ഇവിടെ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് വരുന്നത് കുസാറ്റ് മെട്രോ സ്റ്റേഷൻ ആണ്. 5.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടപ്പള്ളിയിലേക്കും ഈസി ആക്സസ് ആണ്. 8.6 കിലോമീറ്റേഴ്സ് ആണ് ഇടപ്പള്ളിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ലുലു മാളിലേക്ക് സെയിം തന്നെയാണ്, 8.6 ആണ്. എയർപോർട്ടിലേക്ക് 24 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ തൊട്ടടുത്താണ്. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2000 ആണ് വരുന്നത്. 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീട്ടിയുടെ എൻട്രൻസിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഒരു മുന്നിലൂടെ പോകുന്ന റോഡ് നോക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പ്യൂർലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ അടുത്തേക്ക് ഒരുപാട് നൈബേഴ്സിനെ കിട്ടും. എല്ലാ വീടുകളും തന്നെ ആളുകൾ താമസമായതാണ്. ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ നമുക്ക് എൽ ഷേപ്പിലുള്ള ലാൻഡ് ആണ്. വീടിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ സൈഡും ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ തന്നെ ആയതുകൊണ്ട് അങ്ങനെയുള്ള വീടുകൾ കാണാൻ തന്നെ നമുക്കറിയാം പ്രത്യേക ഒരു ഭംഗിയാണ്. വീടിന്റെ മതിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. GA പൈപ്പിന്റെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ എൻട്രൻസിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെ കാണാം ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള ആ ഒരു ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഇനി ഗേറ്റ് വെക്കാനുള്ള വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളും. ഗേറ്റ് വന്നിട്ട് രണ്ട് സൈഡും നമുക്ക് രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് വരുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ട് എലിവേഷൻ നോക്കിയാലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്നിട്ട് നേരെ ചെല്ലുന്ന സമയത്ത് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് കയറുന്ന സമയത്ത് സിറ്റ് ഔട്ടിന്റെ ഭാഗത്തൂടെ ലെഫ്റ്റിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ സ്പേസ് ഒക്കെ കൊടുത്ത് സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിണർ വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ആ ഒരു ഏരിയയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഓരോ ഫുഡ് സ്റ്റെപ്പ് വെക്കുന്നിടത്തും സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ബാക്കിലേക്ക് പോകുമ്പോഴും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് അവിടെയും വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാർ ആ സ്ഥലത്തും ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന് മുകളിലായിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള റൂഫ് കിട്ടുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു പില്ലർ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് പില്ലർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ അതേ ബ്രിക്ക് മോഡൽ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. മെയിൻ ഡോറും ഫ്രണ്ട് പോർഷനിൽ കാണുന്ന എല്ലാ വുഡുകളും തന്നെ ടീക്കിലാണ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വെസ്റ്റിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഒരു ഗ്രേ ഷെയ്ഡിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് TV വെക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള തന്നെ അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗോൾഡൻ കളർ ബീഡിംഗ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം സ്കൈ വിസിബിൾ ആണ്. അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ഇട്ടിട്ട് ഡബിൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അയൺ ബാറുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് റൂഫ്. അവിടെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് വലിയ 3 വിൻഡോസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസും അതുപോലെ തന്നെ അതിനെ കവർ ചെയ്തിരിക്കുന്ന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലിന് താഴെ വരുന്ന ബാറുകളൊക്കെ വളരെ ഭംഗിയാണ്. ഈ മോഡലുള്ള നമുക്ക് ഈ സ്റ്റെയർ കേസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീട് നമ്മൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഏകദേശം 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. 12 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയാണ് ഇൻവെർട്ടർ ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു പവർ പോയിന്റും സ്പേസും എല്ലാം തന്നെ കിട്ടുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വലിയൊരു ഡോർ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വീടിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്ന ഏരിയ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാം തന്നെ ബേബി മെറ്റലാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസ് കണ്ടു. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സ് 2 എണ്ണം വരുന്നുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറിലായിട്ടാണ് പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 ഡബിൾ ഡോറുകൾ വരുന്നുണ്ട്. അത് വന്നിട്ട് ക്രോക്കറി ഷെൽഫാണ്. അതിനകത്ത് എല്ലാം തന്നെ നോക്കിയാൽ ഗ്ലാസ് പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. എൻട്രൻസിൽ ചെറിയ LED ബൾബുകളും ഹാങ് ചെയ്യാവുന്ന 2 വലിയ ലൈറ്റുകളും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബീജ് ഷെയ്ഡിലായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിൽ വരുന്ന ടൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിന്റെ ഡിസൈൻ വരുന്നുണ്ട്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളറാണ്. അവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമുക്ക് കിച്ചന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഫ്ലോർ എല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ വുഡ് ഐറ്റംസ് എല്ലാം തന്നെ മിക്കതും തന്നെ മെജോറിറ്റി വരുന്നത് തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോഴുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് വലിയ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണത് വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 2 ഡ്രോസും വരുന്നുണ്ട്. ഒരു മിറർ കൂടി അവിടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ LED ബൾബുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ടൈലും കോർണർ ഭാഗത്ത് ഡിസൈൻ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തെറയിലും സിംബോളോയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ മൊറോക്കൻ ടൈൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കളറിലുള്ള ടൈലുകളാണ് ഇവിടെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ നേരെ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും അവിടെ 3 വിൻഡോസും ആണ് കിട്ടുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്.
നല്ല ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിററിന്റെ വർക്ക് മാത്രമാണ് ഇനി പെയിന്റിംഗ് ഉള്ളത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് LED ബൾബുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണ്. ജസ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. താഴെ മാത്രമാണ് ഓപ്പണിംഗ് വരുന്നത്, മുകളിലെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന ഏരിയയിൽ ഒരു ഭംഗിയുള്ള ഒരു ഷാൻലിയർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ റൂഫിലിട്ടിരിക്കുന്ന ഷാൻലിയർ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. അതിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ ഭാഗത്തായിട്ടാണ് വലിയൊരു ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഗ്ലാസ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ അകത്തേക്ക് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ നേരെ മുകളിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടെ എല്ലാം തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ആദ്യം കാണുന്ന ഡോർ വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ്. യൂട്ടിലിറ്റി ഏരിയ പോലും ഈവൻ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തൊരു റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള വിൻഡോസ് വരാനുണ്ട്, അതിന്റെ വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ഹാൻഡ് റെയിൽസിന്റെ വർക്ക് വരാനുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകളാണ് ഇതിൽ കാണാനുള്ളത്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വോൾ നോക്കിയാൽ ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള വർക്ക്, ആ ഒരു ഡിസൈൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഓപ്പണിംഗും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന പോലെ ഇതുപോലെ ഡോർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിലൂടെ കിട്ടുന്നത്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടൊക്കെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലും വുഡൻ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ മിറർ കൂടി നമുക്കിനി വരാനുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ്, വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. കോർണർ പോർഷനിൽ വന്നിട്ട് കുറച്ച് ലീഫി ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന ഉടനെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെല്ലാം കണ്ടത്. ഇപ്പൊ നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഈ ഒരു ഹാള് ഇതേ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു L ഷേപ്പിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഹാൾ ഇവിടെ കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. താഴെ ലിവിംഗ് സ്പേസ് ആണ്. മുകളിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ സ്കൈ അടുത്ത് വിസിബിൾ ആണ്. നോക്കിയാൽ കാണാം സേഫ്റ്റിക്കായിട്ട് അയൺ ബാറുകൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ടഫന്റെ ഗ്ലാസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കുറച്ച് ഡെപ്തിലാണ് അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ മൊറോക്കൻ മോഡൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബോർഡ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ്സിന് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കാണാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. വലിയൊരു സ്പേസ് തന്നെ ടഫന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂട്ടിലിറ്റി അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഫ്ലോർ ടൈലുകളെല്ലാം തന്നെ സെയിം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് കോപ്പർ കളറിൽ വരുന്ന ആ സ്പോട്ട് ലൈറ്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡും ഫ്രണ്ട് പോർഷന്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി വീതിയും 10.5 അടി നീളവുമാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ 4 വിൻഡോസ് വരുന്നുണ്ട്. അതിന് താഴെയുള്ള ഭാഗത്തെല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തുള്ള വോളിൽ നോക്കുവാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്.
നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. മെയിൻ ബാൽക്കണി കൂടാതെ ഈ കാണുന്ന ബെഡ്റൂമും കൂടി ഒരു ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. ഹാൻഡ് റൈൽസ് കൂടിയാണ് നമുക്കിനി അവിടെ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ചെറിയൊരു ബാത്റൂം ആയിട്ടാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർ കാക്കനാട് തന്നെയാണ്. പ്രോപ്പർ കാക്കനാട് വീട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. കളക്ടറേറ്റിലേക്ക് വെറും 1.4 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു വീട്ടിൽ നിന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1.4 കിലോമീറ്റർ ആണ് വരുന്നത്. സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും 1 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാക്കനാടിന്റെ ഹൃദയഭാഗമാണ് കളക്ടറേറ്റ്. അവിടെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് ഓഫ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുമാണ് ഇന്റീരിയറും എക്സ്റ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ്, റോഡിന് വളരെ അടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കിണർ വെള്ളമുണ്ട്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന പ്രൈസ് 1,38,00,000 രൂപയാണ്. 1.38 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിക്കുക. വീട് ഇഷ്ടമായെങ്കിൽ വിളിച്ചോളൂ. സ്ക്രീനിൽ നമ്പറുകൾ കാണുന്നുണ്ട്. ഒട്ടും ഡിലേ വെക്കേണ്ട. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.